എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് ലീവ് വേണം, എനിക്ക് അത്യാവശ്യമായിട്ട് 500 ദിർഹം വേണം, അത്യാവശ്യമായി. എങ്ങനെ പറയാം? ചില ആൾക്കാർ മറ, അങ്ങനെയൊന്നും അല്ല പറയണ്ടേ, മറ. അപ്പോൾ അബി എന്ന് പറയാം, എബി അൽഫു ദിർഹം, എബി 500 ദിർഹം, എനിക്ക് 500 ദിർഹം വേണം. എബി ഇജാസ, അബി ഇജാസ വല്ല, അല്ലെങ്കിൽ അബ ഇജാസ, അതും അല്ലെങ്കിൽ ഇരീദ് ഇജാസ, യാ ഹബീബ് ഇരീദ് ഇജാസ. അവിടെ നിർബന്ധമായും വേണം എന്നതിന് എന്താ പറയേണ്ടത്? ദറൂരി എന്നാ പറയാം. നിങ്ങൾക്കറിയാം ഹിന്ദി ഭാഷയിൽ ജറൂർ എന്ന് പറയും. ആജ് മുജെ ചുട്ടി ജറൂറേ, ആജ് മുജെ 500 ജറൂർ. എങ്ങനെ ജറൂർ? അതാണ് അറബിയിൽ പറയാം ദറൂരി, ദറൂരി യാ ഹബീബി ദറൂരി. ഓക്കെ, ഇത് നമുക്കറിയാവുന്നൊരു വാക്ക് തന്നെയാണ്. നിങ്ങൾക്കത് ഭാഷയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമാണ്. രണ്ടാമത്തെ ഒരു വാക്കുണ്ട് ലബുദ്. ലബുദ്, ലബുദ്ധ എന്നാണത്. പക്ഷെ ലാബുദ് അത് സാഹിത്യ അറബിയിലുള്ള വേർഡാണെങ്കിൽ പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്നാണ് ലാബുദ്ധയുടെ അർത്ഥം. ഓക്കെ, അതങ്ങനെ ഒരു വാക്കാണ് ലാബുദ്. അബി ഇജാസ് അല്ലിയും ലാബുദ്, അബി അറുഹൽ ബൈത്ത് ലാബുദ് എന്ന് പറഞ്ഞു നോക്കിയാൽ ലബുദ്, ലബുദ്. അങ്ങനെ ചില വാക്കുണ്ട്, നമ്മൾ മലയാളികളൊന്നും പറയാറേ ഇല്ല അത്, പക്ഷെ അറബികൾ എപ്പോഴും പറയുന്നു. ഓക്കെ, നിങ്ങൾ വിചാരിക്കും സാഹിത്യ അറബി മാത്രമുള്ളത്, നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരാൻ വെറുതെ പറയാം. അല്ല, എപ്പോഴും പറയുന്നതാണ് ലാബുദ് യാ ഹബീബി ലാബുദ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. രണ്ടായല്ലോ. മൂന്നാമത്തൊന്ന് നമ്മളിപ്പോൾ വാജിബ് എന്ന് പറഞ്ഞ സാധനമാണ്. വാജിബ്, ഫർദ് എന്നൊക്കെ പറയും. ഫർദ് പറയില്ല, വാജിബ് എന്നാണ്. വല്ലാഹി വാജിബ്, ഹാദ വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നിനാണ്, നിർബന്ധമായും കിട്ടേണ്ടതിനാണ് വാജിബ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കേണ്ട 2 വാക്കാണുള്ളത്. ഒന്ന് എന്താണ്? ദറൂരി, ദറൂരി. രണ്ടാമത്തെ ഒന്ന് ദറൂരിയുടെ ശേഷം ലാബുദ്ദും പറയാം. ഓക്കെ, അബി 500 ദിർഹം ദറൂരി അല്ലയോ, ജറൂരി എന്നാണ്. ജറൂർ എന്നാണ് ഹിന്ദിയിൽ പറയാൻ. അപൂർവം ചില ഈജിപ്ഷ്യൻസോ അതല്ല സിറിയക്കാരൊക്കെ ഈ ഒരു സ പ്രൊണൗൺസിയേഷൻ പറയുന്ന ആൾക്കാരും ഉണ്ട്. ജറൂരി, ജറൂർ, ജറൂർ എന്ന് പറയും. ജറൂരി, ദറൂരി എന്നാണ് അറബിയിൽ പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ ലാബുദ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബുദ്ധി, അപ്പോൾ പറയാം ബുദ്ധി ചിജീന അല്യം, ബുദ്ധി ചിജീന അല്യം ദറൂരി, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ ലാസിം ചിജി അൻത ദറൂരി. ഇവിടെ ദറൂരി എന്ന് പറഞ്ഞാൽ ജിദ്ദൻ എന്ന് പറയും. ജിദ്ദൻ, ജിദ്ദൻ വളരെ വളരെ എന്ന് പറയും. ദറൂരി, ജിദ്ദൻ, ജിദ്ദൻ. ഈ കുറേ ഭയങ്കര നിർബന്ധം പറയണം. എങ്ങനെ പറയണം? ദറൂരി ജിദ്ദൻ, ജിദ്ദൻ എന്ന് പറയും. ദറൂരി ജിദ്ദൻ എന്ന് പറഞ്ഞാൽ മതി. ലാസിം ഇൻത മൗജൂദ് അല്യോം ഇൻദന ദറൂരി ജിദ്ദൻ, അബി ഫുലൂസ് 500 അല്യോം ദറൂരി ജിദ്ദൻ. അവിടെ ലാബുദ്ധ ജിദ്ദൻ പറയൂല, അത് പറയേണ്ട ആവശ്യം. ദറൂരിക്ക് അതിനെ ഒന്ന് പവർ കൊടുക്കാൻ വേണ്ടി ജിദ്ദൻ എന്ന് പറയാം. ഒന്നും കൂടി പവർ കൊടുക്കാൻ ജിദ്ദൻ, ജിദ്ദൻ എന്ന് പറയാം. ചില ആൾക്കാർ ജിദ്ദൻ, ജിദ്ദൻ, ജിദ്ദൻ എന്ന് പറയും. നിർബന്ധം എന്നാണ്. ഓക്കെ, മനസ്സിലായോ? ഈ രീതിയിൽ നിങ്ങൾക്കും ഭാഷ പഠിക്കാൻ അറബിക് യൂണിയെ നിങ്ങൾ വിടാതെ കൊണ്ടുതരിക. നിങ്ങളെക്കുറിച്ച് അറബികൾ വരും. മാഷാ അല്ലാഹ്, അറബി മാഷാ അല്ലാഹ് തബാറക് അല്ലാഹ്. ശുക്രൻ ലക്കും യാ ജമാഅ.